അരവിന്ദ് സാറിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവര് വന്നപ്പോൾ തന്നെ നല്ല ഒരു കോൺഫിഡൻസ് തന്നു, പോസിറ്റീവായിട്ടൊക്കെ സംസാരിച്ചു. പല ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കാണിച്ചു, പല ട്രീറ്റ്മെന്റ് ചെയ്തു, ഒരുപാട് കാശ് ചെലവായി. അങ്ങനെ നമ്മൾ അരവിന്ദ് സാറിനെ വന്ന് കാണുന്നു. IUI ചെയ്യണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വീണ്ടും. പക്ഷേ സാറ് പറഞ്ഞു അതൊന്നും വേണ്ട, നമുക്ക് നോർമലായിട്ട് തന്നെ കൺസീവ് ആവുന്ന രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സാറ് മെഡിസിൻസും ഇഞ്ചക്ഷൻസും തന്നു. 1 മന്ത് കൊണ്ട് തന്നെ നമുക്കത് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടി. പിന്നെ പാലക്കാട് ഇതുപോലെ ഒരു ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയാൻ വേറെ ഇല്ല. എൻ്റെ പേര് ദിലീപ്, എൻ്റെ വൈഫിൻ്റെ പേര് ശരണ്യ. ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. ഇതുവരെ എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ തന്നെ പാലക്കാട് 2 ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു. 2 IUI കഴിഞ്ഞു, ഫെയിലായിരുന്നു. അതിനുശേഷമാണ് അരവിന്ദ് സാറിന് വന്ന് കണ്ടു. സാറ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, നല്ല കോൺഫിഡൻസ് തന്നു. നോർമലായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് സാറ് പറഞ്ഞു തന്നത്. ഇവിടുത്തെ ഡോക്ടർ രേഷ്മയും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. സ്റ്റാഫ്സും അതുപോലെ തന്നെ എല്ലാവരും നല്ല കെയർ ആയിരുന്നു. എന്ത് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് തരും. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളൊരു കുട്ടികളെ നോക്കുന്ന പോലെയാണ് കെയർ ചെയ്യുന്നത്. ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും. ഒരു കാര്യത്തിൽ നമുക്ക് ഡൗട്ട് വന്ന് എന്താണെങ്കിലും അവർ അപ്പം തന്നെ ക്ലിയർ ചെയ്തതെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ പാലക്കാട് ഇതുപോലെ ഒരു ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയാൻ വേറെ ഇല്ല. നമ്മൾ ഇത്രയും കാലമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് പല ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കാണിച്ചു, പല ട്രീറ്റ്മെന്റ് ചെയ്തു, ഒരുപാട് കാശ് ചെലവായി. പക്ഷെ നമുക്ക് അവിടുന്ന് ഒന്നും ഒരു പോസിറ്റീവായിട്ടൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് നമ്മൾ സാറിന്റെ വീഡിയോസ് കാണുന്നത് യൂട്യൂബിൽ. അങ്ങനെ നമ്മൾ അരവിന്ദ് സാറിനെ വന്ന് കാണുന്നു. അപ്പൊ അവർ നമുക്ക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു തന്നു. IUI ചെയ്യണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വീണ്ടും. പക്ഷേ സാറ് പറഞ്ഞു അതൊന്നും വേണ്ട, നമുക്ക് നോർമലായിട്ട് തന്നെ കൺസീവ് ആവുന്ന രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സാറ് മെഡിസിൻസും ഇഞ്ചക്ഷൻസും തന്നു. 1 മന്ത് കൊണ്ട് തന്നെ നമുക്കത് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടി. അതിന് സാറിനോടും മാം സ്റ്റാഫ്സ് എല്ലാവരോടും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. എല്ലാവരോടും താങ്ക്സ് പറയുന്നു. ഈ പാലക്കാട് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലാണ്. പിന്നെ എല്ലാവരും വിചാരിക്കുന്ന ഇതിൽ വന്നാൽ IVF ആണ്, ICSI ആണ് ചെയ്യുന്നത്, നോർമലായിട്ട് ആവില്ല, കൂടുതൽ എമൗണ്ട് ആവും, ക്യാഷ് ആവും എന്നാണ് എല്ലാം വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. അവർ നമുക്ക് എങ്ങനെ നോർമലായിട്ട് എങ്ങനെ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടാന്നാണ് അവർ നോക്കുന്നത്. നോർമലായിട്ട് ആവാൻ വേണ്ടിയിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒന്നും പറ്റാതെ വരുമ്പോഴാണ് അവർ മറ്റു ട്രീറ്റ്മെന്റിലേക്ക് കടക്കുന്നത്. പാലക്കാട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റല്. 3 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പാലക്കാട് തന്നെ വേറെ കുറെ 2 ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു. അപ്പോൾ എല്ലായിടത്തും IVF-ഉം ICSI-യും ഒക്കെ തന്നെ ചെയ്താലേ പോസിറ്റീവ് റിസൾട്ട് കിട്ടൂ എന്നുള്ളൊരു ഇതാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറെ കാശൊക്കെ ചെലവായിട്ട് 2 IUI കഴിഞ്ഞു, എന്നിട്ടും നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്. അപ്പോഴാണ് ഞങ്ങൾ യൂട്യൂബിൽ ഇവിടെ അരവിന്ദ് വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ വന്ന് സാറിനെ കണ്ടു. അവര് വന്നപ്പോൾ തന്നെ നല്ല ഒരു കോൺഫിഡൻസ് തന്നു, പോസിറ്റീവായിട്ടൊക്കെ സംസാരിച്ചു. സ്റ്റാഫ് ആയാലും നല്ല കെയറിങ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് ഫസ്റ്റ് 1 മന്ത് തന്നെ മെഡിസിൻസും ഇഞ്ചക്ഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈ മന്ത് തന്നെ പോസിറ്റീവ് റിസൾട്ടും കിട്ടി. അപ്പൊ വളരെ സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. എത്ര പറയണമെന്ന് അറിയില്ല. സ്റ്റാഫിന്റെ കാര്യമായാലും ഡോക്ടർ ആയാലും എല്ലാരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, നല്ല കെയറിങ് ആയിരുന്നു. നമുക്ക് എന്ത് ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ തന്നു.